ആ അമ്മ വീണ്ടും എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ഞങ്ങൾ നോക്കി നിൽക്കേ, ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്ന ദൂരത്തിൽ രക്ഷപ്പെടുത്താൻ പറ്റാതിരിക്കെ ആ രണ്ടു മക്കൾ തലയിലുള്ള കോൺക്രീറ്റ് സ്ലാബുകളുമായി പതുക്കെ പതുക്കെ മണ്ണിലേക്ക് താന്നുപോയി. ആദ്യത്തെ ദിവസം വൈകുന്നേരം രാത്രി 12:30 മണിക്ക് ആസ്റ്റർ ആശുപത്രിയിൽ ഞാനും ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും കൂടി നടന്ന് ഓരോരുത്തരെ കണ്ട് ആശ്വസിക്കുന്ന കൂട്ടത്തിൽ ഒരമ്മയെ കാണാനിടയായി. എന്റെ അമ്മയുടെ ഏതാണ്ട് അതേ പ്രായം, അമ്മയുടെ അതേ ഉയരവും. അവരേങ്ങി കരയുകയാണ്. ഓക്സിജൻ സിലിണ്ടർ മാറ്റി ശ്വാസം കിട്ടിത്തുടങ്ങിയിട്ട് കുറച്ചു നേരമേ ആയിട്ടുള്ളൂ. അവര് വീണ്ടും കരയുന്നത് കണ്ടപ്പോൾ നഴ്സ് ഞങ്ങളോട് പറഞ്ഞു, അമ്മ വീണ്ടും കരഞ്ഞാൽ വീണ്ടും ഓക്സിജന്റെ മാസ്ക് കൊടുക്കേണ്ടി വരും. ഞാൻ എന്റെ അമ്മയെ പോലെ അമ്മയെ കെട്ടിപ്പിടിച്ചു, കുറേയേറെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അമ്മയോട് പറഞ്ഞു, ഞാൻ ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടായിപ്പോയി, ഇനി നമുക്ക് സഹിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യാൻ പറ്റും. ആ അമ്മ മുണ്ടക്കൈ ടൗണിന്റെ ഏറ്റവും അടുത്ത് വീടുള്ള മുണ്ടക്കൈ ടൗണിലെ ഏറ്റവും പ്രധാനപ്പെട്ട കെട്ടിടത്തിന്റെ മോസ്കിന്റെ തൊട്ടപ്പുറത്തുള്ള 7 വീടുകളിൽ ഒന്നിൽ നിന്ന് വന്ന അമ്മയാണ്. ആ അമ്മ പറഞ്ഞു, നാസറിന്റെ വീട് എന്റെ തൊട്ടപ്പുറത്തെ വീടാണ്. അമ്മ ഞങ്ങളൊക്കെ ഇവിടുത്തെ പരിചിതരായ ആളുകളെ പോലെ പറയുകയാണ്, സദാനന്ദന്റെ വീടിന്റെ അപ്പുറം, സുദേവന്റെ വീടിന്റെ അപ്പുറത്തുള്ള നാസറിന്റെ വീട്, എന്റെ വീട്, ഞങ്ങൾ 6-7 വീട്ടുകാർ ഒരുമിച്ചാണ്. എന്റെ വയറ്റിൽ ജനിച്ചതല്ലെങ്കിലും തൊട്ടപ്പുറത്തെ നാസറിന്റെ വീട്ടിലെ 2 മക്കൾ ജനിച്ചന്നു മുതൽ എന്റെ വീട്ടിലാണ്. അതിൽ അനിയൻ ഉയരം കുറവും ചേട്ടന് കുറച്ച് ഉയരം കൂടുതലുമാണ്. നിറഞ്ഞ മണ്ണിലിങ്ങനെ ചവിട്ടി നിൽക്കാൻ വല്ലാതെ പാടുപെടുകയാണ്. അവര് ഞങ്ങൾ ഓരോരുത്തരുടെയും പേര് വിളിച്ചുറക്ക കരയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഓടി വന്ന് വടിയിട്ട് അവരെ പിടിക്കാൻ നോക്കി, തോർത്തിട്ട് അവരെ പിടിക്കാൻ നോക്കി, പറ്റുന്നില്ല. അവസാനം എന്റെ സാരി ഊരി ഞാൻ അവരുടെ നേരെ വലിച്ചെറിഞ്ഞു. അവരൊന്ന് പിടിച്ചാൽ വലിച്ചെടുക്കാൻ പറ്റും. 10 മീറ്റർ തമ്മിലുള്ള വ്യത്യാസമേ ഞങ്ങൾ തമ്മിലുള്ളൂ, പക്ഷെ കാല് വെച്ച് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല. ആ അമ്മ വീണ്ടും എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ഞങ്ങൾ നോക്കി നിൽക്കേ, ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്ന ദൂരത്തിൽ രക്ഷപ്പെടുത്താൻ പറ്റാതിരിക്കെ ആ രണ്ടു മക്കൾ തലയിലുള്ള കോൺക്രീറ്റ് സ്ലാബുകളുമായി പതുക്കെ പതുക്കെ മണ്ണിലേക്ക് താന്നുപോയി. ആ മക്കളെ ഇതുവരെ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മക്കൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാനാണ് ആഗ്രഹമെങ്കിലും അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അവന്റെ മുടി വരെ താഴത്തേക്ക് താന്നു പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന നിസ്സംഗയായിട്ടുള്ള ദൗർഭാഗ്യമുള്ള ഒരമ്മയാണ് ഞാൻ. ആ അമ്മമാരോട് നമ്മൾ എന്തു മറുപടിയാണ് ഇനി പറയാനുള്ളത് എന്നെനിക്കറിയില്ല. അങ്ങനെ 100 കണക്കിന് അനുഭവങ്ങൾ, 231 മൃതശരീരങ്ങളും 211 മൃതശരീരത്തിന്റെ ഭാഗങ്ങളും ഇതുവരെ നമുക്ക് കണ്ടുകിട്ടി. ഇനിയും കണ്ടുകിട്ടും എന്ന ധാരണയിൽ തിരച്ചിൽ തുടരുകയാണ്. DNA ടെസ്റ്റുകൾ, രക്തസാമ്പിളുകൾ, തിരിച്ചറിഞ്ഞിട്ടുള്ളത് 178 പൂർണ്ണ മൃതശരീരങ്ങളും 2 ശരീരഭാഗങ്ങളും മാത്രം. ബാക്കിയെല്ലാം മറവ് ചെയ്യേണ്ട ഉത്തരവാദിത്വവും ഗവൺമെന്റിന് വഹിക്കേണ്ടി വന്നു. ഗവൺമെന്റ് എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് 99 അംഗങ്ങളുള്ള കേരളത്തിന്റെ ഭരണപക്ഷത്തെയല്ല, 41 അംഗങ്ങൾ കൂടിയുള്ള കേരളത്തിന്റെ പ്രതിപക്ഷത്തെയും കൂടിയല്ല, പക്ഷമില്ലാത്ത കേരളത്തിലെ മനുഷ്യരുൾപ്പെടെ 3.5 കോടി വരുന്ന മലയാളിയെ കുറിച്ചാണ് ഞാൻ സർക്കാർ എന്ന പദം കൊണ്ട് ഈ പ്രത്യേകമായ ഘട്ടത്തിൽ ഓർത്തുവെക്കുന്നത്. ആ സർക്കാർ 3.5 കോടി മലയാളിയുടെ ഗവൺമെന്റ് അതിനുവേണ്ടി ആ അന്ത്യകൃത്യങ്ങൾ നിർവഹിക്കേണ്ടി വന്നതിന്റെ ലോകത്തെങ്ങുമില്ലാത്ത ഒരു കേരള അനുഭവം.